നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ദേ ഈ ബാക്കി കാണുന്ന ഈ ഒരു വലിയ വീടില്ലേ, അതായത് 1943 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ പണിതിട്ടുള്ള ഒരു വീടാണ്. ഈ വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ഒരു സ്പേസും കൂടെയാണ് അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ വീടാണ്. ഓക്കെ, സോ ഈ ഒരു സ്പേസിലേക്കാണ് നമ്മുടെ ചേട്ടൻ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിനകത്തേക്ക് പോവാം. ഓക്കേ, അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ ഫ്ലോറ് ഇത് പഴയ അതേ തന്നെ മറ്റേ ഈ റെഡ് ഓക്സൈഡ് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങളിപ്പോ വെറും നോർമൽ റെഡ് ഓക്സൈഡ് ഇട്ട് ഇതിന്റെ പണിക്കാരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചതാണ്. ബിക്കോസ് ഈ പോർഷൻ ഇപ്പൊ നിൽക്കുന്ന ഞങ്ങളുടെ ഈ പോർഷൻ ഇതൊരു പുതിയ എഡിഷൻ ആണ്. പുതിയ എഡിഷൻ പറഞ്ഞാൽ ഇത് തന്നെ ഒരു 10-25 വർഷമായി. പക്ഷേ 1943 ഇതില്ല. പണ്ട് ഇവിടെ സ്റ്റെപ്സ് ആയിരുന്നു. ഈ ഡോറ് കഴിഞ്ഞാൽ താഴത്തേക്ക് സ്റ്റെപ്സും ഇതായിരുന്നു കാർ പോർച്ച്. ഇവിടെയായിരുന്നു കാർ നിർത്തുണ്ടായിരുന്നു. നമ്മളെല്ലാവരും വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്റ്റെപ്പിലൊക്കെ വന്നിരിക്കും. ഇവിടെയാണ് ഇരിക്കേണ്ടായിരുന്നത്. പക്ഷെ അതിനെ പിന്നീട് ഡോർ അങ്ങോട്ടേക്ക് ആക്കിയപ്പോ ഇതിനൊരു സിറ്റ് ഔട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഈ ആർച്ചസ് കണ്ടില്ലേ, ഇതും ഞങ്ങൾ ചെയ്തപ്പോ ഈ പഴയ വീടിന്റെ ലുക്കിനോട് കൂടെ പോകാൻ വേണ്ടി ബ്രിട്ടീഷ് കൊളോണിയൽ ആർക്കിടെക്ചറിന്റെ സ്റ്റൈലിലാണ് ഇത് ആ സമയത്ത് ചെയ്തത്. ഇത് ആക്ച്വലി ഇതും ചെയ്തിട്ടൊരു 15 years, മോർ ദാൻ 15 years, 20-25 years. അത്ര ഇയേഴ്സ് ആയി. ചേട്ടൻ പറയും ഞാനിവിടെ ത്രില്ലടിച്ചിരിക്കുകയാണ്. ആക്ച്വലി വീടിന്റെ അകത്തൊക്കെ ഞാനൊന്ന് കയറി നോക്കിയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ലൈക്ക് ആന്റീക്ക് ആയിട്ടുള്ള സാധനങ്ങള്, വളരെ ആക്ച്വലി വീടിനേക്കാൾ കൂടുതൽ പഴക്കമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാം. പിന്നെന്താ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് പഴക്കമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ എന്ത് ചൂസ് ചെയ്യുമ്പോഴും ഈ പഴക്കം തോന്നിപ്പിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. റിനോവേറ്റ് ചെയ്യുമ്പോൾ ഇത് 3 പ്രാവശ്യം റിനോവേറ്റ് ചെയ്ത വീടാണ്. അപ്പൊ 3 പ്രാവശ്യം റിനോവേറ്റ് ചെയ്തപ്പോഴും നമ്മൾ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റിനോവേറ്റ് എന്ന് പറഞ്ഞാൽ വീട് മൊത്തം മാറ്റി മറക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഈ പഴയ വീടായതുകൊണ്ട് പണ്ട് ഇവിടെയൊക്കെ വുഡൻ ബീംസ് ആയിരുന്നു. അപ്പൊ അതിൽ ചെതറി പിടിക്കുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ വീട് കെട്ടുന്നത് 2ാം ലോക മഹായുദ്ധ സമയത്താണ്, അറിയാമോ? 1943 എന്നൊക്കെ പറയുമ്പോൾ ആ സമയമാണ്. അന്ന് സിമെന്റ് ഇല്ല. ബിക്കോസ് വാർ എഫേർട്ടിന് വേണ്ടി സിമെന്റ് മൊത്തം പോകണം. അപ്പോൾ മഡ് പ്ലാസ്റ്ററിംഗ് ആണ് അന്ന് ചെയ്തിരുന്നത്. അത് കല്ലുപോലെയാണ് മതിലുകളൊക്കെ, അത്ര നല്ല തിക്കുമാണ്. പക്ഷേ മഡ് പ്ലാസ്റ്ററിംഗിന്റെ ഒരു പ്രോബ്ലം എന്താ പറഞ്ഞാൽ വുഡിലേക്ക് പെട്ടെന്ന് ചെതല് കയറും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വുഡൻ ബീംസ് ചിലത് മാറ്റേണ്ടി വന്നു. അങ്ങനത്തെ റിനോവേഷൻസ് ആണ് ചെയ്തത്. ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ള റിനോവേഷൻസ്. പിന്നെ ഞാൻ പറയുണ്ടായിട്ടോ, അതായത് നമ്മള് ഈ വീടിനകത്ത് കയറുമ്പം പാലക്കാടാണ് സ്ഥലം, പക്ഷെ ചൂട് വളരെയധികം കുറവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് അതിന്റെ കാര്യം ചോദിച്ചപ്പോ പറഞ്ഞു എന്താണ്, അല്ല, ഒന്നാമത് സീലിംഗ് 15 അടി ഹൈറ്റ് ആണ്. സാധാരണ വീടുകൾ ഇത്ര ഹൈറ്റ് വെക്കാറില്ല. പിന്നെ നടുവിൽ ഒരു 4 കെട്ട് സ്റ്റൈൽ ഓപ്പൺ ഏരിയ ഉണ്ട്. അപ്പോൾ എയർ സർക്കുലേഷൻ പക്കയായിട്ട് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ബിക്കോസ് വീട്ടിന്റെ ഉള്ളിൽ ഒരു മരമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ മുകളിലോ ടെറസ് ആണെങ്കിൽ അതിന്റെ മുകളിലേക്ക് അത് ഇപ്പോഴത്തെ മോഡേൺ ടൈപ്പിൽ ഒരു കവറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹീറ്റ് അത്ര പെട്ടെന്ന് ഉള്ളിലേക്ക് വരില്ല. ഓക്കെ, ഇതാണ് ഡോക്ടർ രാമ ഹെബ്ബാർ. ഇദ്ദേഹമാണ് പാലക്കാട്ടിലേക്ക് ഞങ്ങൾ വരാൻ കാരണം. അത് ഹെബ്ബാർസ് ഇവിടെ എത്തുന്നത് ഡോക്ടർ രാമ ഹെബ്ബാർ കാരാണ്. ഇവരും എന്റെ മുത്തശ്ശി മിസ്സസ് വിമല ഹെബ്ബാർ ഡോക്ടറാണ്. ഇദ്ദേഹം ഡോക്ടറാണ്, പക്ഷെ ബിസിനസ് മാനും കൂടെ ആയിരുന്നു. അപ്പൊ സർജിക്കൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് ആണ് ഞങ്ങളുടെ ഫാമിലി ബിസിനസ്. അപ്പൊ അന്ന് ഇവിടെ ആയിരുന്നു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ബാംഗ്ലൂരിലും മംഗലാപുരത്തോടെ ഞാൻ അഭിനയത്തിലേക്ക് ഇറങ്ങിയതോടെ ഒരു 22-23 വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു.